ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സർക്കുലർ മോഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കുലർ മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 2-3 ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, അതുപോലെ സർക്കുലർ മോഷൻ എന്നാണ്. ഇങ്ങനെ ഒരു 3-4 ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിന്റെ അടുത്തായിട്ട് വരുന്ന ടോപ്പിക്കാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇവിടെ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു സർക്കിൾ, അതിന്റെ സർക്കംഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെയാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ ഓരോ ടി ടൈം കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്കും ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾ എന്ത് സംഭവിച്ചു, അവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ആക്ട് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ ടി ടൈമിനനുസരിച്ചിട്ട് ആ പാർട്ടിക്കിളിന് അവിടെ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ പാർട്ടിക്കിളിന് ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ഒരു പാർട്ടിക്കിളിന് വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. പക്ഷെ ഈ ആക്സിലറേഷന്റെ ഒരു പ്രത്യേകത, ദിസ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. അതായത് സെന്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ടുവേർഡ്സ് ദ സെന്റർ ആയിട്ടുള്ള ആക്സിലറേഷനാണ് നമ്മൾ എന്ത് വിളിക്കാം, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. അതായത് ഒരു സർക്കിളിന്റെ സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പൊ ആ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് കാരണം അവിടെ ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ആ ആക്സിലറേഷൻ പ്രത്യേകത എന്താണ്, ദിസ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. അതായത് സെന്ററിനെ ടുവേർഡ്സ് ചെയ്തിട്ടാണ് നമ്മളെ ആ സർക്കുലർ പാത്തിലൂടെ ഉണ്ടായ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത്തരം ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. മനസ്സിലായില്ലേ? ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ നമ്മൾ AC എന്ന് റെപ്രസെന്റ് ചെയ്യാം. സാധാരണ രീതിയിൽ ലീനിയർ മോഷന്റെ കേസിലുള്ള ആക്സിലറേഷൻ നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷനെ നമ്മൾ ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ നമ്മൾ AC എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി by time. Change in velocity by time. Centripetal acceleration is equal to change in velocity by time. ഇതാണ് ആക്സിലറേഷന്റെ കോമൺ ഇക്വേഷൻ. പക്ഷെ ആക്സിലറേഷന്റെ പ്രത്യേകത എന്താണ്, ദിസ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ദിസ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പൊ ഇതാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മളിപ്പോ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നൊരു ഇക്വേഷൻ എഴുതി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. പക്ഷെ അതിന് പുറമെ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. Expression for centripetal. ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഞാൻ AC എന്ന് കൊടുത്തു. സെൻട്രിപീറ്റൽ ആക്സിലറേഷന് AC എന്ന് കൊടുത്തു. എക്സ്പ്രഷൻ ഫോർ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഇനി നമ്മൾ ഇവിടെ ഒരു സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്തു. അതിന്റെ സെന്റർ പോയിന്റ് O. ഫസ്റ്റ് നമ്മൾ ഈ പാർട്ടിക്കിൾ നിൽക്കുന്നത് A എന്ന് പറഞ്ഞ പോയിന്റിലാണ് അല്ലേ. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്തു, ടി ടൈം കഴിഞ്ഞപ്പോ അത് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ A എന്നുള്ള പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ രണ്ട് പൊസിഷനും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ്, അതാണ് നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ അല്ലെ. ഇത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. അപ്പൊ ഈ പാർട്ടിക്കിൾ A മുതൽ B വരെ
മൂവ് ചെയ്തു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ പാർട്ടിക്കിൾ എ എന്നുള്ള പാർട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിക്കിൾ എന്താണ്? റെസ്റ്റിലാണ്. അപ്പൊ ആ റെസ്റ്റിലാവുമ്പോ ഇവിടെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമോ? ഇല്ല. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഈ പാർട്ടിക്കിള് ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ സർക്കുലർ മോഷൻ എന്താണെന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും. അപ്പൊ ഈ കോൺസ്റ്റന്റ് സ്പീഡിനെ നമ്മൾ വി എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു അല്ലെ. സ്പീഡിനെ നമ്മൾ വി എന്നുള്ള ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു വി എന്ന് പറഞ്ഞ വെക്ടറിന് 2 കമ്പോണന്റ്സ് ഉണ്ടാവുന്നുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് കമ്പോണന്റ് വി കോസ് തീറ്റയും y കമ്പോണന്റ് വി സൈൻ തീറ്റയും അല്ലെ. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വി എന്ന് പറഞ്ഞ സ്പീഡ് അതിൽ നമ്മൾ എന്ത് ചെയ്തു? 2 കമ്പോണന്റ്സ് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ഇത് വി കോസ് തീറ്റ, ഇത് വി സൈൻ തീറ്റ. ഇനി എന്ത് ചെയ്തു? പാർട്ടിക്കിൾ മൂവ് ചെയ്തു, ബി എന്നുള്ള പോയിന്റിലെത്തി. ബി എന്നുള്ള പോയിന്റിലെത്തിയപ്പോ ഇവിടെ തീറ്റ എത്രയാണ്? ഇവിടെ തീറ്റ 0 ആയിരുന്നു. ഇവിടെ എന്തായി? തീറ്റ ഈക്വൽ ടു തീറ്റ അല്ലെ. ഇവിടെ ബി എന്നുള്ള പാർട്ടിക്കിൾ ബി എന്നുള്ള പൊസിഷനിൽ എത്തിയപ്പോ ആ പാർട്ടിക്കിളിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? തീറ്റയാണ്. അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ എന്തുണ്ടാവും? ഈ ബി എന്ന് പറഞ്ഞ വെക്ടറിന് 2 കമ്പോണന്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? വി കോസ് തീറ്റയും വി സൈൻ തീറ്റ. 2 കമ്പോണന്റ്സ് വെക്ടറിന്റെ 2 കമ്പോണന്റ്സ് വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും. നമ്മള് തീറ്റ ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിലാകുമ്പോഴുള്ള കമ്പോണന്റ്സ് എഴുതി, തീറ്റ ഈക്വൽ ടു തീറ്റ എന്നുള്ള പൊസിഷനിലാകുമ്പോഴുള്ള കമ്പോണന്റ്സ് എഴുതി. ഇനി നമ്മൾ അത് ഉപയോഗിച്ച് നമ്മള് ഈ എക്സ്പ്രഷൻ ഫോർ എ സി ഡിറൈവ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? എ സി ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെ. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണഗതിയിൽ ആക്സിലറേഷൻ നമ്മൾ എഴുതിയപ്പോ എ ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി എഴുതിയത്. എന്താണ്? ബി എന്താണ്? ഫൈനൽ വെലോസിറ്റിയും യു ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം അല്ലെ. ഇനി നമുക്ക് ഈ ഫൈനൽ വെലോസിറ്റിയുടെയും ഇനീഷ്യൽ വെലോസിറ്റിയുടെയും സ്ഥാനത്ത് അതിന്റെ എക്സ്പ്രഷൻ കൊടുക്കാം. എന്താ ഇതിന് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല്? എന്താണ്? രണ്ടും വി ആണ്. അതായത് വെലോസിറ്റിയാണ് രണ്ടും. പക്ഷെ ആ രണ്ടും വി എഴുതി കഴിഞ്ഞാൽ രണ്ടെന്താവും? 0 ആയി പോകും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ പ്രത്യേകത ടുവേർഡ്സ് ദ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഈ വി എന്ന് പറഞ്ഞ വെക്ടർ അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ വെലോസിറ്റി നമ്മൾ 2 കമ്പോണന്റ്സ് എടുത്തായിരുന്നു. വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും. ഇതിലെ ഈ സൈൻ കമ്പോണന്റ് ആണ് അതിന്റെ സെന്ററിലേക്ക് ഡയറക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടുവേർഡ്സ് സെന്റർ ആവുന്നത് ഈ വി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ വി കോസ് തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് മാത്രമാണ്. അപ്പൊ നമുക്ക് എഴുതാം ഈ ഫൈനൽ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എന്താണ്? ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബി എന്ന് പറഞ്ഞ പൊസിഷനില് പാർട്ടിക്കിൾ നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് ഈ ഫൈനൽ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എഴുതേണ്ടത് അല്ലെ. ഇത് ഇനീഷ്യൽ പൊസിഷനും ഇത് ഫൈനൽ പൊസിഷനാണ്. അപ്പൊ ഈ ഫൈനൽ പൊസിഷനിൽ പാർട്ടിക്കിൾ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ പൊസിഷനിൽ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എഴുതുമ്പോൾ ഏത് കമ്പോണന്റ് എഴുതും? വി സൈൻ തീറ്റ. അതേപോലെ തന്നെ ഇവിടെ എഴുതുമ്പോഴും വി സൈൻ തീറ്റ എഴുതും. ഈ വി പോസിറ്റീവ് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റിയുടെ സ്ഥാനത്തും വി സൈൻ തീറ്റ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ഥാനത്തും ഈ വി സൈൻ തീറ്റ വരും. ബൈ ടൈമിന് നമ്മൾ ടി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമ്മളിവിടെ ഈ വി സൈൻ തീറ്റ മൈനസ് വി സൈൻ തീറ്റ, ഈ തീറ്റ എന്താണ്? നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ വി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇതാണ്.
അല്ലെ? ഇവിടെ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക? തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ തന്നെയാണ് അല്ലെ? അറ്റ് പോയിന്റ് എ നമുക്ക് ആദ്യം എഴുതാം. അറ്റ് പൊസിഷൻ എ, അതായത് പൊസിഷൻ എയിലാവുമ്പോ തീറ്റ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അറ്റ് പൊസിഷൻ ബി തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. നമുക്ക് എഴുതാം ഈ വി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ ബി എന്നുള്ള പൊസിഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് ആണ്. അപ്പൊ ഈ തീറ്റ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് തീറ്റ തന്നെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? എ സി ഇസ് ഈക്വൽ ടു ഈ ബി സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ബി സൈൻ തീറ്റ തന്നെ മൈനസ് ഇവിടെ ബി സൈൻ തീറ്റ തന്നെയാണ്, അതായത് ഇനീഷ്യൽ പൊസിഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റ്. അപ്പൊ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക? ഇനീഷ്യൽ പൊസിഷനിലാകുമ്പോ അവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പൊ ഇവിടെ ബി സൈൻ 0 എന്ന് വരും, മൈനസ് ബി സൈൻ 0 ബൈ ടൈം ടി അല്ലെ? ഇനി അടുത്തത് ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ബി സൈൻ 0, സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പൊ ഈ ടൈം ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ വരിക? എ സി ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ ടി. ഇനി നമ്മളിവിടെ ഈ സൈൻ തീറ്റയുടെ സ്മോൾ വാല്യൂ കൺസിഡർ ചെയ്യാണ്. അതായത് ഫോർ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. അതായത് സൈൻ തീറ്റയുടെ സ്മോൾ വാല്യൂ തീറ്റ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ എന്ത് വരും? എ സി ഇസ് ഈക്വൽ ടു ബി, സൈൻ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ വരും, തീറ്റ ബൈ ടി, ബി തീറ്റ ബൈ ടി അല്ലെ? ഇവിടെ നോക്കുക, ഈ തീറ്റ ബൈ ടി എന്താണ്? അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ തീറ്റ ബൈ ടി സ്ഥാനത്ത് കൊടുക്കാം, ഒമേഗ എന്ന് കൊടുത്തൂടെ? എന്ത് വരും? therefore AC is equal to V omega. ഓക്കെ ആണോ? ഫസ്റ്റ് നോക്കാം. ഇന്ന് പറഞ്ഞു AC is equal to change in velocity by time ആണെന്ന് പറഞ്ഞു അല്ലെ? ഇനി നമ്മൾ ഇവിടെ സർക്കുലർ പാത്തിലുള്ള ഒരു പാർട്ടിക്കിള് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് പാർട്ടിക്കിൾ നിൽക്കുന്നത് എവിടെയാണ്? എ എന്നുള്ള പൊസിഷനിലാണ്. ടി ടൈം കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ബി എന്നുള്ള പോയിന്റിലെത്തി. ഈ എ എന്നുള്ള പൊസിഷനിൽ എത്തുന്ന സമയത്ത് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് എന്തുണ്ട്? 2 കമ്പോണൻസ് ഉണ്ട്, ബി കോസ് തീറ്റയും ബി സൈൻ തീറ്റയും. അതേപോലെ തന്നെ ബി എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോഴും ആ പാർട്ടിക്കിളിന് 2 കമ്പോണൻസ് ഉണ്ട്, ബി കോസ് തീറ്റയും ബി സൈൻ തീറ്റയും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇനീഷ്യൽ പൊസിഷനിലാകുമ്പോൾ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, അതായത് തീറ്റ ഈക്വൽ ടു 0 ആണ്. പക്ഷെ ബി എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്, അതായത് തീറ്റ ഈക്വൽ ടു തീറ്റയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഇനി നമ്മൾ സാധാരണ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ? ഇതിന് സ്ഥാനത്ത് നമ്മൾ കൊടുത്തു ബൈ ടൈം. ഇതിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി ആണ് എന്ത്? ഫൈനൽ വെലോസിറ്റി. അപ്പൊ ബി സൈൻ തീറ്റ മൈനസ് ഇനീഷ്യൽ പൊസിഷനിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ബി സൈൻ തീറ്റ ബൈ ടി. ഇനി ഫൈനൽ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക? അതായത് ഇനീഷ്യൽ പൊസിഷൻ എയിലാകുമ്പോൾ തീറ്റ 0 ആണെന്ന് പറഞ്ഞു, ഇത് എഴുതി. അതേപോലെ ബിയിലാകുമ്പോൾ തീറ്റ ഈക്വൽ ടു തീറ്റ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ സ്ഥാനത്ത് ഈ വാല്യൂസ് കൊടുത്തു നോക്കുകയാണ്. ഇത് ഫൈനൽ വെലോസിറ്റിയും ഇനി ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ ആണ്, അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമ്മൾ തീറ്റ തന്നെ കൊടുത്തു. ഇവിടെ എന്താണ്? തീറ്റ ഈക്വൽ ടു 0 ആണ്, അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. ഇവിടെ സൈൻ 0 എന്ന് പറഞ്ഞാല് 0 ആണെന്ന് നമുക്കറിയാം അല്ലെ? സൈൻ 0 ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ ബി സൈൻ 0 കൊടുത്തു. സൈൻ 0യുടെ സ്ഥാനത്ത് എന്ത് വരും? മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ ടി. ഫോർ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. അത് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സൈൻ തീറ്റയുടെ വാല്യൂ സ്മോൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ എന്ത് വരും? സൈൻ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ എന്ന് കൊടുത്ത് ബി തീറ്റ ബൈ ടി. ഈ തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി, ദാറ്റ് ഈസ് AC is equal to V omega. ഇതാണ് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉള്ള ഒരു എക്സ്പ്രഷൻ. ഇതേപോലെ
രണ്ട് എക്സ്പ്രഷൻ കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിലേഷൻ ആണ് ഫ്രം റിലേഷൻ V is equal to R ഒമേഗ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒമേഗയുടെ സ്ഥാനത്ത് നമുക്കൊരു ടേം ഒമേഗ is equal to V/R നൽകിക്കൂടെ അല്ലേ? നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് 2 എന്നും കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 2 നമ്മൾ 1 കൊടുത്തു വെക്കണം. in 1 എന്ത് വരും, AC is equal to V into ഒമേഗയുടെ സ്ഥാനത്ത് V/R. That is AC is equal to V square by R. AC is equal to V square by R. ഇനി നമ്മളിവിടെ ഈ വിന്റെ സ്ഥാനത്ത് നമ്മൾ R ഒമേഗ കൊടുത്തു വെക്കാം. Substitute V is equal to R ഒമേഗ. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 നോക്കും. ഇനി നമ്മള് നമുക്ക് we have V is equal to R ഒമേഗ. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 in 1. ഇതിൽ B ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാണ്, R ഒമേഗ കൊടുത്തു വെക്കും. AC is equal to എന്തൊരു B ന്റെ സ്ഥാനത്ത് R ഒമേഗ കൊടുത്താല് R ഒമേഗ ഇൻറ്റു ഒമേഗ, ദാറ്റ് ഈസ് AC is equal to ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറയുമ്പോൾ ഒമേഗ സ്ക്വയർ R. അപ്പൊ എന്തായി, 3 ടൈപ്പിലുള്ള ഇക്വേഷനായി. അതായത് ബിയും ഒമേഗയും തമ്മിലുള്ള ഇക്വേഷനായി, ബിയും ആറും തമ്മിലുള്ള ഇക്വേഷനായി, ഒമേഗയും ആറും തമ്മിലുള്ള ഇക്വേഷനായി. അപ്പൊ ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷനാണ് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉള്ളത്. നമ്മളിപ്പോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ 3 ഇക്വേഷൻ ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. AC is equal to V ഒമേഗ, AC is equal to V square by R, AC is equal to ഒമേഗ സ്ക്വയർ R. അപ്പൊ ഇന്ന് ഇത്രയും മതി. ബാക്കി നമ്മൾ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.